ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്ലൂറാലിറ്റി അഥവാ നാനാത്വം അത് എല്ലാ വിധത്തിലും പ്രകടമാക്കപ്പെട്ട ദിവസമായിരുന്നു സ്വാതന്ത്ര്യ ദിനാഘോഷം 2026. പ്രധാനമന്ത്രി ചെങ്കോട്ടിൽ പതാക ഉയർത്തി വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചു. മുഖ്യമന്ത്രി പതാക ഉയർത്തി, പക്ഷേ വന്ദേ മാതരം ആലപിച്ചതേയില്ല. അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങില് വന്ദേ മാതരം മുഴുവനെ ആലപിച്ചത് രാജ്ഭവൻ നിർദ്ദേശപ്രകാരമാണ്, തന്റെ അറിവോടുകൂടി അല്ല എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ ഇനി നമുക്ക് വിശ്വസിക്കാം. ഇതിനിടയ്ക്ക് ഡബിൾ കോവിഡ് സംഭവിച്ചു. കോഴിക്കോട് കോർപ്പറേഷനില് മേയറും അംഗങ്ങളും എല്ലാം കൂടി വന്ദേ മാതരവും ദേശീയഗാനം ഒന്നിച്ചു പാടി. എന്തൊരു കുട്ടകളിയായിരുന്നു അതല്ലേ! എല്ലാവരും ഒറ്റയടിക്ക് അവിയല് പരുവത്തിൽ. ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയ കോമഡി ആയിപ്പോയത് AICC ആസ്ഥാനത്ത് പതാക ഉയർത്തി വന്ദേ മാതരം മുഴുവനായി പാടി. കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയമാണ് വന്ദേ മാതരം 2 ചരണം മാത്രമേ പാടാവൂ എന്നുള്ളത്. എന്നിട്ടും സോണിയാഗാന്ധിയുടെയും ഖാർഗെയുടെയും സാന്നിധ്യത്തിൽ അത് മുഴുവനെ ആലപിക്കപ്പെട്ടു. സോണിയാഗാന്ധി കൈ കാലുകെടുത്ത് കാണിക്കുന്നത് മതി മതി നിർത്ത് 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 എവിടെ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ തന്നെ ഇത് മുഴുവനായി പാടണമെന്ന് താല്പര്യപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതിലുപരി ഹൈക്കമാൻഡിന്റെ കമാൻഡൊക്കെ പോയി. ഇപ്പൊ ഹൈക്കമാൻഡിന് ലോ കമാൻഡും ഇല്ല. കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ആൾക്കൂട്ടം മാത്രമായി മാറിയിരിക്കുന്നു. അതാണ് നമ്മൾ കാണേണ്ട വസ്തുത എന്ന് പറയുന്നത്. എന്താണെങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇന്ത്യൻ രാഷ്ട്രീയ സംവിധാനത്തിന്റെ എല്ലാ വൈവിധ്യങ്ങളെയും എടുത്തു കാണിക്കുന്ന ഒന്നായിരുന്നു സ്വാതന്ത്ര്യ ദിനാഘോഷം 2026. താങ്ക് യു.